ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലങ്കോട്ടേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോയാൽ കാണാവുന്ന അടിപൊളിയായിട്ടുള്ള 10 സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. കൊല്ലങ്കോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് കണ്ട കുറച്ച് കാഴ്ചകൾ ആദ്യം പറയാം. വഴിയരികിൽ നമുക്ക് കാണാം OV വിജയൻ്റെ തസ്രാക്ക്. 9 മണിക്കേ ഇവിടെ പ്രവേശനമുള്ളൂ. ഇപ്പോൾ സമയം 8:30. വെയിറ്റ് ചെയ്ത് ഉള്ളിൽ കയറിയാൽ കാണാനുണ്ട്, പക്ഷേ കൊല്ലങ്കോട്ടെ കുറേ സ്ഥലങ്ങൾ മിസ്സായി പോവും. അതുകൊണ്ട് ഉള്ളിൽ കയറിയില്ല, ഞങ്ങളുടെ യാത്ര തുടർന്നു. പുതുനഗരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊല്ലങ്കോടിൻ്റെ പ്രകൃതി ഭംഗിയിലേക്ക് അങ്ങ് ഇറങ്ങാൻ തുടങ്ങും. 2 സൈഡിലും നെൽപ്പാടങ്ങളും ഇടയ്ക്ക് ചെറിയ അങ്ങാടികളും. ഇങ്ങനെ പോകുമ്പോൾ ഒരു സൈഡിൽ നെല്ല് കൊയ്തെടുക്കുന്നത് കണ്ടു. നമുക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ എന്തെങ്കിലും കണ്ടാൽ അവിടെ നമ്മൾ വണ്ടി നിർത്തണം, ഇറങ്ങണം, കാണണം. ഇതുപോലുള്ള വയൽവരമ്പിലൂടെയൊക്കെ കുട്ടിക്കാലത്ത് ഓടി കളിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേക്കും കൊയ്ത്ത് യന്ത്രം അങ്ങോട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാളുണ്ടായിരുന്നു, നല്ലൊരാളാണ്. അയാൾ ഡ്രൈവറെ ശബ്ദം ഉണ്ടാക്കിയിട്ടും കൈ കാണിച്ചുമൊക്കെ വിളിച്ച് വരുത്തി. അങ്ങനെ ഡ്രൈവർ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു. അയാളുടെ നല്ല മനസ്സുകൊണ്ട് ഞങ്ങൾ വളരെ അടുത്ത് നിന്ന് തന്നെ കൊയ്യുന്നത് കണ്ടു. കുറച്ച് സമയം കൊയ്യുന്നതൊക്കെ കണ്ടു നിന്നിട്ട് പിന്നെ അവരോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ആദ്യമേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഓരോ സ്ഥലത്തേക്കും പോകുന്നത്. ആദ്യം മാപ്പ് ഇട്ടത് കുടിലിടം എന്ന സ്പോട്ടിലേക്കാണ്. മെയിൻ റോഡിന് അരികിലാണ് കുടിലിടം. ആ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. കുട്ടികൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാട്ടോ. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. എൻട്രൻസിൽ ആദ്യം കുറച്ച് സ്ഥലം ഇങ്ങനെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ഗേറ്റ് അത് കടന്നിങ്ങോട്ട് വരാം. പിന്നെ ഇതാ ചെറിയ ചാലുകളുണ്ട്, അതിന് കുറുകെ മുള കൊണ്ടൊക്കെ പാലങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെയൊക്കെ വരാം. ബ്രൗൺ കളറിലുള്ള ഒരിനം നെല്ല്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കലാഭട്ടി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നെൽക്കതിർ വലിക്കരുത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് എഴുതി വെച്ചതായിട്ട് കണ്ടു. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത് കണ്ട് ആസ്വദിക്കാൻ വരുന്നവരാണ്. എന്നാൽ ഈ പാടശേഖരങ്ങളുടെ ഉടമസ്ഥർക്കും ജോലിക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാം ഇത് അവരുടെ ഉപജീവന മാർഗമാണ്. നമ്മൾ അവർക്ക് യാതൊരുവിധ ഉപദ്രവങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. കൃഷി നശിപ്പിക്കരുത്, മാലിന്യങ്ങൾ വയലിൽ ഇടരുത്, ഒച്ചയും ബഹളവും ഉണ്ടാക്കി ഇവിടുത്തെ ശാന്തത നശിപ്പിക്കരുത്. പ്രകൃതിയുടെ മാസ്മരിക സൗന്ദര്യം മാത്രമാണ് കൊല്ലങ്കോട് നമുക്ക് കാണാനും ആസ്വദിക്കാനും ഉള്ളത്. അതുകൊണ്ട് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഇങ്ങോട്ട് വരേണ്ടതുള്ളൂ. എൻ്റെ ചുറ്റും കണ്ടോ നെൽപ്പാടങ്ങളാണ്. കുറേ വിളവെടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുറേ നെൽപ്പാടങ്ങൾ. തൊട്ടിപ്പുറത്ത് തന്നെ കണ്ടോ, അത്ര തന്നെ ആവാത്തത്. പിന്നെ ഈ ഒരു സൈഡിൽ നോക്കിയേ കണ്ടോ മലകൾ കാണുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. വെയിലുള്ളപ്പോഴല്ല അങ്ങോട്ട് വരേണ്ടത്, പക്ഷെ ഇന്ന് വെയിലാണ്. ചൂട് അത്യാവശ്യമുണ്ട്. കാണാനൊക്കെ നല്ല രസമാണെങ്കിലും നല്ല ചൂടുണ്ട് ചുറ്റും. ഈ വള്ളിക്കുടിലിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ടൊന്ന് ചുറ്റും നോക്കിയാൽ നല്ല രസമുണ്ടായിരിക്കും. എൻ്റെ കൂടെ മീന ടീച്ചറുണ്ട്. മീന ടീച്ചർ പക്ഷേ കുടയൊക്കെ ചൂടിയിട്ടാണ് നടക്കുന്നത്. നെല്ലിയാമ്പതി മലനിരകളാണ്
ഈ പുറകിലുള്ളത്. അതിന് താഴെയായിട്ട് പച്ച വിരിച്ച ഈ നെൽപ്പാടം. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും നെല്ലൊക്കെ, നെൽപ്പാടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരേണ്ടി വന്നു. അതാണ്. എന്നാലും ഇങ്ങനെ മലകൾക്ക് താഴെയായിട്ടുള്ള നെൽപ്പാടങ്ങളൊന്നും നമുക്കില്ല കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി അത് നല്ലൊരു എന്താ പറയുക, വിവരിക്കാൻ പറ്റുന്നില്ല. അയ്യോ പാവം, ഇവരും തണുപ്പ് നോക്കി കിടക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 2 പേര്. ഇവിടെ അരിവാള് കൊണ്ട് കൊയ്ത്ത് നടത്തുന്നത് കണ്ടു. അരീക്കോട് കേട്ടിട്ടുണ്ടോ? മലപ്പുറം ജില്ലയിലാ. ഞങ്ങൾ എവിടുന്നാന്ന് ഇവര് ഞങ്ങളോട് ചോദിക്കുകയായിരുന്നു. ആണോ? നെന്മാറയില് അരീക്കോടുണ്ട് അല്ലേ? മലപ്പുറത്തേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും വൈക്കോൽ ലോഡ് ഇവിടുന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സ്ഥലങ്ങളൊക്കെ കേട്ട് പരിചയമുണ്ട്. പണ്ട് കാലത്ത് നെൽപ്പാടങ്ങളിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് ഇതുപോലുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ഞാനൊന്ന് കയറി നോക്കിയതാട്ടോ. മുകളിലേക്ക് കുറച്ചുകൂടി കയറിയിരിക്കണം, അപ്പോഴേ ഇത് ശരിക്കും ചവിട്ടി കറക്കാൻ കഴിയൂ. ഒരേ വളർച്ചയുള്ള നെൽച്ചെടികളല്ല ഇവിടെ ഉള്ളത്. ചിലത് കതിര് വന്നിട്ടുണ്ടാവും, ചിലത് മൂത്തിട്ടുണ്ട്, കൊയ്യാറായതുകൊണ്ട്. നെൽച്ചെടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഇവിടെ വന്നിട്ട് കാണാൻ കഴിഞ്ഞു. ഞാറ് നടുന്നതും നിലമൊരുക്കുന്നതും മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കാണിക്കണം. ഞങ്ങൾ രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം 10 മണിയായി. കുറച്ചുകൂടി നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു. ഇപ്പോൾ വിശക്കാൻ തുടങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ചായ കുടിക്കാനാണ്. എങ്ങോട്ടാന്നല്ലേ? സോഷ്യൽ മീഡിയയിൽ വൈറലായ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക്. ഗൂഗിൾ മാപ്പിലെ ചെല്ലൻ ചേട്ടൻസ് ടീ ഷോപ്പ് എന്ന് കൊടുത്താൽ മതി. പോകുന്ന വഴിയൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. നെല്ലിയാമ്പതി മലനിരകളാണ് നേരെ മുന്നിൽ കാണുന്നത്. അതിൻ്റെ ടോപ്പിൽ കോട ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ? നല്ല രസമുണ്ട്. നേരിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. മലയിൽ നിന്നും വെള്ളിനൂല് പോലെ വെള്ളം ഒലിച്ചിറങ്ങുന്നത്. ഇതാണ് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. ഓല മേഞ്ഞ ഒരു കൊച്ചു കട. ഇവിടുന്ന് ഞങ്ങൾ ഇഡ്ഡലിയും വടയാണ് കഴിക്കുന്നത്. ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറും ചട്നി, ഉള്ളിച്ചമ്മന്തി, ചട്നിപ്പൊടി ഇതൊക്കെ ഉണ്ട്. ചെല്ലൻ ചേട്ടൻ ഇവിടെ ഇല്ല. ഞങ്ങൾ 3 പേര് കഴിച്ചിട്ടും 150 രൂപയേ ആയിട്ടുള്ളൂ. ഇതൊരു ജംഗ്ഷനാണ്. ആ ട്രാവലർ പോയ വഴിയിലൂടെ പോയാൽ ചിങ്ങൻചിറയിലെത്താം. ഇതുവഴിയാണ് പോകുന്നതെങ്കിൽ പെരിങ്ങോട്ടുശ്ശേരി കളത്തിലും എത്താം. ടീച്ചറെ ഒരു ഹായ് പറഞ്ഞാടി. ഇതാണ് ഞങ്ങളുടെ സാരഥി. അഷ്റഫ് എന്ന് പറയണോ? അഷ്റഫ് എന്ന് പറയണോ? എന്ത് പറയണം? ഇന്ന് പറയണ്ട. ഞാൻ കാര്യമായിട്ട് അഷ്റഫ് എന്നൊക്കെ വിളിച്ചത്. അപ്പൊ ഈ ടീച്ചറോട് പറഞ്ഞ എണ്ണീന്നാണ് വിളിക്കല്. മാവിൻ തോട്ടങ്ങളും നമുക്കിവിടെ ധാരാളമായിട്ട് കാണാം. ഏതൊക്കെ ഇനാണ് എന്നൊന്നും അറിയില്ല. മുന്നോട്ട് പോകെ ഈ മലനിരകൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു പ്രതീതി. വീഡിയോയിൽ കാണുന്നതിനേക്കാളും എത്രയോ ഇരട്ടി ഭംഗിയാണ് കേട്ടോ ഈ മലനിരകളും വെള്ളിനൂല് പോലുള്ള അരുവികളും എല്ലാം കാണാൻ. അരുവികൾ 1ഉം 2ഉം ഒന്നുമല്ല. ഇപ്പോൾ ഞങ്ങൾ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് അവിടുത്തെ കുളമാണ്. ഒരറിയിപ്പ് ബോർഡ് കാണുന്നില്ലേ? ഈ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, നമ്മൾ അനുസരിക്കണം. ഈ ആൽമരങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതൊരു പ്രകൃതി ക്ഷേത്രമാണ്, മനുഷ്യനിർമ്മിത ക്ഷേത്രം ഇവിടെ ഇല്ല. ചിങ്ങൻചിറ കറുപ്പസ്വാമി ക്ഷേത്രം. ഇന്നൊരു ചൊവ്വാഴ്ചയാണ്, ഗുരുതി കൊടുക്കലുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ കുറേ ഭക്തരും ഇവിടെ ഉണ്ട്. ഈ തൂക്കിയിട്ടിരിക്കുന്ന മാതൃകകളെല്ലാം ആളുകൾ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി നേർച്ച നേരുന്നതാണ്. കോഴി, ആട് ഇവയൊക്കെയാണ് ഇവിടെ ബലി കൊടുക്കുന്നത്. ഈ മരങ്ങളുടെ ചോട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. നല്ല രസമാണ് ഇതിൻ്റെ ചോട്ടിലിരിക്കാൻ. ചൂടും ഇല്ല. ഇപ്പം ചെറിയൊരു മഴച്ചാറ്റലും തുടങ്ങിയിട്ടുണ്ട്. എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം.
വലിച്ചെറിഞ്ഞിട്ടുണ്ട്. വന്ന വഴിയെ തിരിച്ചു പോന്ന് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ ജംഗ്ഷനിൽ നിന്നും പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മുന്നിൽ കാണുന്നതാണ് പെരിങ്ങോട്ടുശ്ശേരി കളം. ഇവിടെയും ഒരു ബോർഡുണ്ടല്ലോ. ഈ കളവും അതിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. കളത്തിലെ ഊണ് എന്നൊരു ബോർഡ് കണ്ടിരുന്നു. അത് ഇതാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഒരു ഫോട്ടോ പോയിന്റും ഒരുക്കി വച്ചിരുന്നു എന്നതിന് തെളിവാണ് ഈ ഒരു കാളവണ്ടി. മഞ്ഞൾ ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇതെന്താ, നെല്ല് കുത്താൻ ഉപയോഗിച്ചിരുന്നതാണോ കുഴി? പാറയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മലേൻ്റെ മുകളിൽ കണ്ടോ, അവിടെ ഈ കോട ഇറങ്ങിയിട്ട് അതിങ്ങനെ ആ ആകാശം മുട്ടിയായിട്ട് നിൽക്കുന്നത്, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതേ, അതൊരു വെള്ളി നൂല് ഇട്ട പോലെയാണ് കാണുന്നത്. വീഡിയോയിൽ അത് അത്രയും ക്ലിയർ ഇല്ല, ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് തന്നെ ഈ ഒരു കാഴ്ച ആസ്വദിക്കണം. അത് നല്ലൊരു കാഴ്ചയാണ്, വിവരിക്കാൻ കഴിയില്ല, അത്രയും ഹൃദ്യമായ ഒരു കാഴ്ചയാണ്. മഴ ചാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങി. അപ്പുറത്തൊക്കെ മാവിൻ തോട്ടാണ് കുറേ, അതിൻ്റെ ഇടയ്ക്ക് ഓരോ തെങ്ങും കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയും കുറവാന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നല്ല വേനൽക്കാലത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടാവില്ല. ഇതെല്ലാം കൂടി ചുട്ട് പഴുത്തിട്ട് നല്ല തീ പൊള്ളലായിരിക്കും. ആ മലകളിൽ നിന്നൊക്കെ ചൂടായിരിക്കും. പൊൻകതിർ എന്നൊക്കെ പറയാറില്ലേ, അതാണ് ഇവിടെ കാണുന്നത്. സ്വർണ്ണവർണ്ണത്തിലുള്ള നെൽപ്പാടം. ഈ പാടവരമ്പിലൂടെ ഒന്ന് നടക്കാൻ ഒരു മോഹം. കളത്തിൻ്റെ മുന്നിലും പുറകിലും ഒക്കെ നെൽപ്പാടങ്ങളാണ്. അവിടെയുള്ള നെല്ല് ഒക്കെ കൊയ്തതിന് ശേഷം നെല്ലെല്ലാം സൂക്ഷിക്കാനാണ് ഈ ഒരു കളം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറ് പാറ തന്നെയാണെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഒന്നും ആരും ഇല്ല, അതുകൊണ്ട് നമുക്ക് തുറന്ന് കാണാനൊന്നും കഴിഞ്ഞില്ല, അങ്ങനെയാണ് കേട്ടത്. അപ്പോൾ അവിടെ തന്നെ കിടന്നിട്ടൊക്കെ ഉണങ്ങുന്നുണ്ടായിരിക്കും, നല്ല ചൂടായിരിക്കും ഉള്ളിലും. ഇവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു, വെണ്ട വേണോന്ന് ചോദിച്ചു, എടുക്കാൻ പോവാ. ഇവിടെ ഈ വെണ്ട കൃഷി കണ്ടില്ലേ, ഇവിടെ നിന്ന് വിളവെടുത്ത വെണ്ട ഇവിടെ ഉണ്ട് എന്നാണ്. ഇതാക്കി ഇപ്പുറത്തുള്ള വീട്ടുകാരാണ്. അപ്പോൾ അവിടുത്തെ ഒരു അമ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പയറും ഉണ്ട് ഇവിടെ, വിതപ്പയറാ തോന്നുന്നു, കുറ്റിപ്പയർ. ഇത് വാങ്ങാൻ കിട്ടുന്നത് ഒരു പുതിയ അനുഭവം അല്ലേ ഇവിടെ വന്നാൽ. നിങ്ങൾക്കൊരു പബ്ലിസിറ്റിയും കൂടി ആയിക്കോട്ടെ. ഇങ്ങോട്ട് ഇവിടേക്ക് കൊണ്ടുവല്ലേ, എവിടെ നിന്നാണോ കൊണ്ടുവരുന്നേ? ഇവിടെ അവിടെ നിന്നാണ് എടുക്കുന്നത് ആണോ? നമ്മളെപ്പോഴും പണ്ട് മുതലൊക്കെ ഈ ജൈവം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ജൈവ കൃഷിയാണ് അല്ലേ? ജൈവ കൃഷിയാണ്. അമൃതമയുള്ള വർഷങ്ങളൊന്നും ഇവിടെ വരുന്നവരൊക്കെ വാങ്ങുന്നുണ്ട്. അത്യാവശ്യം ഇവിടെ നമുക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട്, വിളിച്ചു പറഞ്ഞ ഇവിടെ വരുന്നവരുണ്ട്. ആണോ? അങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. ഇത് നല്ലതല്ലേ? ഞങ്ങളൊക്കെ കൊറേ ദൂരേന്ന് വരിക. അതെ, ആയിക്കോട്ടെ, ഒരു നേരമാണെങ്കിൽ നല്ലത് കഴിക്കാൻ. അതെ, അതാണ്. 30 രൂപയാണ് ഒരു കേസ് വെണ്ടയ്ക്ക്. ഒരു 800 ഗ്രാം ഉണ്ടായിരിക്കും. പച്ചമുളകും തക്കാളിയും കൃഷിയുണ്ട്, പക്ഷെ അത് പറിക്കാൻ പാകമായത് ഇല്ല. അപ്പം നമ്മൾ പെരിങ്ങോട്ടുശ്ശേരി കളത്തുനിന്ന് പോവാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ, അടുത്തത് നമ്മളെവിടെയാ? താമരപ്പാടം. താമരക്കുളമല്ല, താമര. നല്ല കോമ്പിനേഷനാണ്, മാവിൻ തോട്ടവും അതിൻ്റെ ഇടയിൽ നെല്ലും. നമ്മളാ കളത്തിൻ്റെ അവിടെ കണ്ടത് കുറച്ച് മൂത്ത നെല്ലുകളായിരുന്നു. ഇതിപ്പം ഞാറ് നട്ടിട്ടേ ഉള്ളൂ അല്ലേ? എന്താണ് ഭംഗി! എല്ലായിടത്തും ഒരേ മൂപ്പിലുള്ള നെല്ലുകളല്ല ഇവിടെ. ഇപ്പോഴാണ് ചാറ്റൽ മഴ, ഇനിയാണ് പാടവരമ്പത്ത് കൂടെ ഇങ്ങനെ നടക്കേണ്ടത്. അതാ കണ്ടോ, എന്താ രസം, പൂക്കളും നെല്ലും കൂടെ വിട്ടുന്നേ കാണാം. ഇതിലൂടെയൊക്കെ പോകുമ്പോൾ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി വെക്കണം. നെല്ല് കതിരിടുമ്പോഴും മൂക്കുമ്പോഴും എല്ലാം ഉള്ള ഒരു മണമുണ്ട്, അത് നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ തുളച്ച് കയറും.
ആ നെൽക്കതിര് നോക്കുങ്ങള് ലൈനായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് മുടഞ്ഞിട്ട മാതിരി അതന്നെ മുടി മുടഞ്ഞുമ്പോ കറക്റ്റ് ഇങ്ങനെ എന്താല്ലേ ഇവിടത്തെ നല്ലോണം വിളഞ്ഞതാ, അത് അത്ര ആയിട്ടില്ല. അല്ല ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ റോഡ് അല്ലേ, ഈ ഒരു വീട് ഇങ്ങനെ ദൂരേന്ന് കാണുമ്പോഴാണ് നല്ലൊരു ആ നെൽപ്പാടത്തൊരു അതിൻ്റെ ഒരു ഫ്രെയിമാണ്, നല്ലൊരു ഫ്രെയിമാണ്. അങ്ങനെ താമരപ്പാടത്തെത്തി. പേ പാർക്കിംഗ് ആണ്. ഒരാൾക്ക് 30 രൂപയുടെ ടിക്കറ്റും എടുക്കണം. ഇത് താമരപ്പാടമല്ല കേട്ടോ, മല്ലികപ്പാടാണ്. എത്ര മല്ലികപ്പൂക്കളാ! ഓണം വെക്കേഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് പൂക്കളൊക്കെ ഒരുക്കി ഇത്രയും മനോഹരമാക്കിയത്. ഇപ്പോൾ ഓണം വെക്കേഷൻ കഴിഞ്ഞു കേട്ടോ. ഓണത്തിന് നല്ല ആൾക്കാരായിരുന്നു എന്നാണ് വീഡിയോസിലൊക്കെ കണ്ടത്. ഈ ആർച്ചൊക്കെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ട് വൈക്കോൽ ചുറ്റി ലൈറ്റൊക്കെ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ കുടിലിടത്തിൽ കണ്ടില്ലേ, അതേപോലത്തെ നെല്ലുകൾ നല്ല ബോർഡറായിട്ട് നല്ല രസമുണ്ട് അത് ഉണ്ടാക്കിയിട്ടുള്ളത് കാണാൻ. നെൽപ്പാടങ്ങൾ കാണാൻ ദിവസവും എത്ര ആളുകളാണ് വരുന്നതെന്നോ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഫാം ടൂറിസം വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും അത് വിജയിക്കും എന്നതിന് ഒരു ഉത്തമ തെളിവാണ് ഈ താമരപ്പാടവും കുടിലിടവും. ഇങ്ങനെയൊക്കെ എല്ലായിടത്തും വേണം. എന്നാൽ നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ടാവും. കർഷകർക്ക് കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ ഇങ്ങനെ ടൂറിസത്തിൽ നിന്നുള്ള ഒരു വരുമാനം കൂടി ഉണ്ടായിരിക്കും. ഒരു ഏറുമാടത്തിന്റെ മുകളിൽ കയറിയപ്പോഴുള്ള വ്യൂ ആണിത്. എന്താ രസം, കാറ്റത്ത് നെൽച്ചെടികൾ ഇങ്ങനെ ആടി ഒലയുമ്പോ. ഈ പൂക്കളില്ലാത്ത ഈ സ്ഥലം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. പൂക്കളില്ലെങ്കിൽ പിന്നെ അത്ര ഭംഗി ഉണ്ടാവില്ല. മലകളൊക്കെ ഉണ്ടെങ്കിലുള്ള ഈ നെൽപ്പാടങ്ങൾ കൊല്ലംകോട് മൊത്തമാണ് കേട്ടോ. ഈ താമരപ്പാടം ഇപ്പൊ ഇങ്ങനെ പൂക്കളുള്ളത്. നമ്മള് കൊല്ലംകോട് മൊത്തം നമ്മളിപ്പോ ഏതാണ്ട് കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ. ഈ കൊല്ലംകോടിന്റെ പ്രത്യേകത കേരളം എന്താണെന്നുള്ളത് ഈ ഒരു സ്പോട്ട് കണ്ടാൽ തന്നെ നമുക്ക് കവികളൊക്കെ വർണ്ണിച്ചേ ആ കേരളം ശരിക്കും ഇവിടെ തന്നെയാണെന്ന് തോന്നും അല്ലേ. ഇന്നിപ്പോ ഈ പ്രകൃതിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കൊല്ലംകോടിന് ശരിക്കും നാശമൊന്നും വന്നിട്ടില്ല. ആനന്ദ് മഹീന്ദ്ര എന്ന പേരുള്ള ഒരു വ്യവസായി ഉണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് ട്വീറ്റ് ചെയ്തിരുന്നു. അതില് ഒരു സ്ഥലമാണ് ഈ കൊല്ലംകോട്. അതിന് ശേഷമാണ് കൊല്ലംകോട് ഇങ്ങനെ പ്രസിദ്ധമായത്, എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയതും കാണാൻ വന്നതൊക്കെ. ഈ പൂക്കളൊക്കെ ഇപ്പൊ തുടങ്ങിയതാട്ടോ. ഇപ്പൊ ഈ ഓണക്കാലത്താണ്. ഞാനൊരു വീഡിയോ കണ്ടിരുന്നത്. ഈ ഓണ അവധി കൊല്ലംകോട് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ എലഫന്റിൽ ഉണ്ടാക്കി വെച്ചത്, പിന്നെ ഇപ്പൊ നമ്മൾ ഈ കയറി നിൽക്കുന്ന ഏറുമാടം, പിന്നെ കുറേ ആർച്ചുകളൊക്കെ കാണുന്ന വൈക്കോല്, അതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയതാണ്. അതിന്റെ മുന്നേ തന്നെ ഇവിടെ വന്നിട്ട് ഇന്ത്യയിലെ 10 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ശരിക്കും അത് ആ മലകളൊക്കെ കണ്ടില്ലേ. ഞാൻ നേരത്തെ ഇവരോട് പറയാം, എനിക്കൊരു അതിർവരമ്പ് പോലെ അല്ലേ. ഏറ്റവും ഭംഗി ഈ മലയുടെ താഴ്വരയിലാണ്. എത്ര നമ്മൾ വീഡിയോ എടുത്താലും വീഡിയോയിൽ ആ ഒരു ഭംഗി കാണില്ല. ഇവിടെ വന്നിട്ട് തന്നെ ഇത് അനുഭവിച്ചറിയണം അല്ലെ, കണ്ടറിയണം ഇതിന്റെ ഒരു ഭംഗി. അപ്പൊ മാത്രമേ ഇത് അത് ഇപ്പൊ ഈ കതിര് വരുന്ന ഒരു സമയമാണ്. അതാണ് ഇത്രയും അതിന് ഭംഗി വരുന്നത്. അവിടെ വന്നപ്പോ നമുക്കത് കൊയ്ത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. നല്ല പുഷ്ടിയുള്ള നെല്ലാണ്.
മല്ലികപ്പൂപ്പാടങ്ങളും സൂര്യകാന്തി തോട്ടങ്ങളും ഒക്കെ കാണാൻ ഗുണ്ടൽപേട്ടയ്ക്കൊക്കെ നമ്മളെല്ലാവരും പോവാറില്ലേ? ഇവിടെ ഒന്ന് വന്നു നോക്കൂ, എന്താണ് ഭംഗി. ഗുണ്ടൽപേട്ടിൽ പോകുമ്പോഴൊന്നും നമ്മൾ ഇത്ര ഭംഗിയിൽ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ സൂര്യകാന്തിയും ഇതിന്റെ മല്ലികേന്റെ തോട്ടത്തിലും കയറിയപ്പോഴും ഇത് നെല്ലും മല്ലികയും കൂടി ആയിട്ടാണ് ഇത്ര അധികം ഭംഗി. എനിക്ക് തോന്നുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇരിപ്പിടം അല്ലേ, അപ്പുറത്തൊക്കെ നല്ലതായിരുന്നു. ഇത് വേണ്ടില്ലായിരുന്നു. പ്ലാസ്റ്റിക് അല്ലതാ മുള ഉണങ്ങാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. എന്നാലും അത് ഇതിനോട് ചേരുന്നില്ല. പ്രകൃതി ഹായ്. അപ്പം ഞങ്ങളെ താമരപ്പാടത്തിനോട് വിട പറയാണ്. ഇനി നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് എന്നാണ്, അങ്ങോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല, അത്രയും രസമാണ് ഇവിടെ നിൽക്കാൻ. ഈ മലയാണ് ഏറ്റവും അധികം കാണാൻ രസം. സീതാർകുണ്ടിലേക്ക് പോകുമ്പോൾ സീതാർകുണ്ട് ഫൂട്ട് ഹിൽ വ്യൂ പോയിന്റ് എന്ന് മാപ്പിൽ കൊടുക്കണം. കുറേ പേ പാർക്കിംഗ് കണ്ടു. ഏറ്റവും ലാസ്റ്റിലുള്ള പാർക്കിംഗ് സ്ഥലത്ത് 50 രൂപ കൊടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു വരികയാണ്. ഇതിൻ്റെ അപ്പുറത്ത് കൂടിയാണ് വഴി കേട്ടോ. ഞങ്ങൾ വഴി ഒന്ന് തെറ്റി ഇതിലേ പോകുന്നത്, പക്ഷെ ഇതിലൂടെയും പോവാം. ഇവരിവിടെ കാട് വെട്ടി കത്തിച്ചിട്ട് ഭയങ്കര പുക. അപ്പോൾ ഈ വഴി കൂടി നമുക്ക് പോവാം. ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ടിക്കറ്റൊക്കെ ഏർപ്പാടാക്കി. മുതിർന്നവർ 30 രൂപ, കുട്ടികൾ 20, വിദേശികൾ 100. പിന്നെ ക്യാമറ 50, വീഡിയോ ക്യാമറ 150. 8/8/2025 എന്നാണിത്. ഇവിടെ വന്നാൽ ഇരിക്കട്ടോ. ഇതാ നല്ലൊരു സുഖം ഇവിടെ വന്നിരുന്നപ്പോൾ. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പൊക്കെ ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഒന്ന് ഇങ്ങനെ ഇറങ്ങാം വെള്ളത്തിൽ. ഇതാ ഇറങ്ങാനൊരു വഴിയുണ്ട്, ഗേറ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മേലോട്ട് തന്നെ പോവാം. ഓരോ കല്ലെടുത്ത് നോക്കും അല്ലേ, തലയ്ക്കും വാലിനും ഒക്കെ ഓരോ ഷേപ്പ് കൊടുത്ത് കല്ല്. അത് എടുത്ത് പ്രകൃതിയുള്ളതല്ലേ, എടുത്തു വെച്ചതല്ലോ. അതന്നെ പ്രകൃതി അടുക്കിയതാ അല്ലേ. കാട്ടിരിക്കാ കേറുന്നേ അറിയില്ല, കേറുന്നുണ്ട്. കേറിയ പിന്നെ ഇറങ്ങണല്ലോ നിർബന്ധമായിട്ട്. ഇവിടെ നന്നായിട്ട് കാണാട്ടോ കുറച്ചും കൂടി. നിങ്ങളെന്താ പറഞ്ഞത്? പുതുമല്ല. നെന്മാറ സ്വദേശിയായ ഈ ഒരു പുള്ളിക്കാരൻ, അവർക്ക് ഇതൊന്നും ഒരു പുതുമയുള്ള കാഴ്ചയല്ല എന്ന് പറയായിരുന്നു. നിറഞ്ഞ് പതിഞ്ഞ് ഒഴുകുന്നത് കാണാം. നിറഞ്ഞ് പതിഞ്ഞ് ഒഴുകുന്നു. അതെ. ഇനിയുണ്ടല്ലോ അങ്ങോട്ട് വഴിയുണ്ടോ? അവിടെ അവിടെ അതെയോ? അതെ അതെ, പ്രവേശനം ഇതുവരെ മാത്രം. ടോപ്പ് ഇങ്ങോട്ടേ വരാൻ പറ്റുള്ളൂ എന്നർത്ഥം. നോക്കാം എങ്ങനെയാണ് ഇവിടെ. ഇതാ അടച്ചിട്ടുണ്ട് കണ്ടോ, ഒന്നും അങ്ങോട്ടില്ല. ഈ കമ്പിവേലില്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ അങ്ങോട്ടൊക്കെ കയറിപ്പോയി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ. എന്തായാലും ഭയങ്കര ചൂടിലൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ചൂടൊന്നും അറിയുന്നില്ല. പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, നല്ല ശബ്ദമാണ് വെള്ളത്തിൻ്റെ. ഓരോ പാറയൊക്കെ നിൽക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കേട്ടോ ഭീമാകാരമായ രൂപത്തിൽ. എന്താ വെള്ള കളറ്. മീന ടീച്ചർക്കൊരു ഫോട്ടോ എടുത്ത് കൊടുക്കണം. ഒരു മരം നിൽക്കുന്നുണ്ടോ? ആ മരം ആ പാറേനെ അവിടെ തടഞ്ഞു വെച്ച പോലെ. മരങ്ങളൊന്നും ഇവിടുന്ന് കളയാൻ പറ്റില്ല, പാറയൊക്കെ ഒഴുകി വന്നാൽ ഒരൊറ്റ പോക്കായിരിക്കും.
വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അനുവാദമുള്ള സ്ഥലം ഇവിടെയാണ്. അങ്ങോട്ട് പോകുമ്പോൾ കണ്ടിരുന്നില്ലേ? കുളിക്കാൻ തോന്നുന്നുണ്ട്. കുളിക്കാനുള്ള തയ്യാറെടുപ്പുകളോടെ അല്ല ഞങ്ങൾ വന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുളിക്കാൻ തയ്യാറെടുത്ത് വന്നോളൂ. ഇവിടെ ഒരു ഗാർഡുണ്ട്, പേടിക്കാനൊന്നുമില്ല. സേഫ് അല്ലാത്ത സമയത്ത് ഗേറ്റ് അടച്ചിടുമായിരിക്കും. ലഞ്ചിന് ശേഷം വെള്ളരിമേട് വെള്ളച്ചാട്ടം കാണാൻ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇവിടെയുള്ള ഫോറസ്റ്റ് ഗാർഡിനോട് വെള്ളരിമേടിനെ കുറിച്ച് ചോദിച്ചു. അവിടെ ഈ അടുത്ത് ഒരു അപകടമുണ്ടായി, ഒരാൾ മരിച്ചു. അതിനുശേഷം അവിടെ അടച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് അപകടമുണ്ടാകുന്നത്. കണ്ടാസ്വദിക്കണം, അതിക്രമിച്ച് കയറരുത്. ഞങ്ങളിങ്ങോട്ടേ വന്നത് ഇതാ ഈ ബാക്കിൽ കാണുന്ന ഈ വഴി കൂടിയാണ്. തെറ്റിപ്പോന്താണെന്ന് പറഞ്ഞില്ലേ? ശരിക്കും അതിലൂടെയല്ല വരുന്നത്, ഈ വഴിയിലൂടെയാണ് വരേണ്ടിയിരുന്നത്. ഇത് ഊഞ്ഞാലാടുന്ന ഈ മോൻ ഉൾപ്പെട്ട ടീമിനെ ഞങ്ങൾ കുടിലിടത്തിൽ വെച്ച് കണ്ടിരുന്നു കേട്ടോ. ഇവൻ ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നിരുന്നു. മറ്റൊരു ഊഞ്ഞാല് അപ്പുറത്തുണ്ട്. ഞങ്ങളൊന്ന് ഊഞ്ഞാലാടട്ടെ. ഒരു വല്യമ്മ ഉണ്ടോ, പയറ് കൊണ്ടുവന്നിരിക്കുകയാണ്. മീന വാങ്ങി. ഇനി ഞങ്ങള് അയ്യപ്പൻസ് മീൽസ് ലക്ഷ്യമാക്കി പോവുകയാണ്. അയ്യപ്പൻസ് ഹോംലി മീൽസ് എന്ന് മാപ്പിൽ കൊടുക്കണം, വഴി കാണിച്ചു തരും. ഈ വഴിയിലൂടെ പോകുന്നതും ഒരനുഭവമാണ് കേട്ടോ. നോക്കൂ, കാട്ടിലൂടെയാണ് വഴി. മറ്റു വാഹനങ്ങളൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിലൂടെ. നല്ലൊരു വലിയ കുളമാണോ ലേക്കാണോ എന്താ ഇത്? നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഈ വഴിയിലും ഞങ്ങളൊരു കളം കണ്ടു, പക്ഷെ അവിടെ ഇപ്പം കയറാൻ നിൽക്കുന്നില്ല. ഓ, അവിടെ ഒരു മയില്, അതാ പീലിയൊക്കെ റോട്ടിലേക്ക് കാണുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ വൈറലാക്കിയ അയ്യപ്പൻസ് ഹോംലി മീൽസിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ കട. വൈറലായതിനു ശേഷം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കടയൊക്കെ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. ഇവിടെയും നമ്മൾ 50 രൂപ കൊടുത്ത് വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്യണം. ഫുഡ് തീർന്നു പോകുമോ എന്ന് സംശയിച്ച് ഞങ്ങൾ ഈ നമ്പറിൽ 3 പേർക്കുള്ള ഫുഡ് വിളിച്ച് പറഞ്ഞിരുന്നു. അവധി ദിവസമാണെങ്കിൽ നല്ല തിരക്കായിരിക്കും, വൈകി വന്നാൽ ഫുഡ് കിട്ടില്ല. നല്ല ഫുഡായിരുന്നു കേട്ടോ. മീൻകറിയൊക്കെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും തീർന്നു പോയി. ഇനി വെള്ളരിമേട്ടിലേക്കാണ് ഞങ്ങൾ പോകേണ്ടിയിരുന്നത്, അത് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോവുക? മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇനി പോകുന്നത്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ എന്താണ് ഇത്ര കാണാനെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നമുക്ക് പോയി നോക്കാം. ഇത് നോക്കിയേ, കാട്ടിലൂടെയാണ് പോകുന്നത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിർബന്ധമായിട്ടും എടുക്കണം. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. വെട്ടം, ആടുജീവിതം, ഹൃദയം തുടങ്ങിയ സിനിമകളിലൊക്കെ നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. സിനിമകളിലെ രംഗങ്ങളൊക്കെ ആൽമരങ്ങൾ നിൽക്കുന്ന അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ഒരു ട്രെയിൻ മാത്രമേ ഇതിലൂടെ സർവീസ് നടത്തുന്നുള്ളൂ, പാലക്കാട് ചെന്നൈ റൂട്ടിൽ. പണ്ടത്തെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനും കൂടി ചേർന്ന ഒരു കാഴ്ചാനുഭവമാണ് ഇവിടെ കാണുന്നത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ അങ്ങോട്ട് കയറാനേ ഒരു സമ്മതിക്കില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, നിയമമാണ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. യാത്രക്കാർ ഇവിടുന്ന് കയറിയിട്ടുള്ള അതിനേക്കാളും വരുമാനം റെയിൽവേക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വിറ്റിട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴും കുറേ ഉണ്ടായിരുന്നു, 2-3 ടീമുണ്ടായിരുന്നു. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. നമ്മളെ കൊല്ലങ്കോട് ടൂറിസത്തിൽ ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾ കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഗൂഗിൾ അമ്മായി ഞങ്ങളെ വഴി തെറ്റിച്ചു. മെയിൻ റോഡിൻ്റെ ഒരു സൈഡിൽ മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് ആരോ മാർക്ക് ഇട്ടിട്ട് സൂചനാ ബോർഡ് ഉണ്ടായിരുന്നു. അതിന് നേരെ എതിർവശത്തെ റോഡിലേക്കാണ് ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചത്.
അതിലൂടെ പോയപ്പോൾ വീണ്ടും അതേ ജംഗ്ഷനിൽ എത്തി. സൂചനാ ബോർഡ് പ്രകാരം 5.5 കിലോമീറ്റർ ദൂരം വരണം. ഇത്രയും ദൂരം വന്നിട്ട് അതിന് മാത്രം കാണാനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഒഴിവാക്കാം. കൊല്ലങ്കോട് കുണിശ്ശേരി റോഡിലൂടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ. വഴിയരികിലെ ഒരു കുളം കണ്ടു. കുട്ടികളെ ചാടി തിമിർത്ത് അവരുടെ ബാല്യകാലം അവിസ്മരണീയമാക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. വാമല പല്ലാവൂർ ശ്രീ മുരുക ടെമ്പിൾ. മാപ്പിൽ ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഇതുപോലുള്ള മറ്റു ക്ഷേത്രങ്ങളും ഉണ്ട്. അപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാപ്പിൽ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ക്ഷേത്രത്തിന് എന്താണ് പ്രത്യേകത എന്ന് ആലോചിക്കുകയാണോ നിങ്ങൾ? ഇതും ഒരു സിനിമാ ലൊക്കേഷനാണ്. ഹൃദയം മൂവിയിലൂടെ വൈറലായിട്ടുള്ള ഒരു മലയും ക്ഷേത്രവും ഒക്കെയാണിത്. ഡൊണേറ്റ് ചെയ്തത് രാമകൃഷ്ണൻ ആൻഡ് നമ്പ്യാർ ഫാമിലി, കൂനൂര. പാറയിലൂടെ കയറാൻ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല കാറ്റ്, സുഖമുണ്ട്. ചൂടറിയുന്നില്ല, പാറേൻ്റെ ചൂടൊന്നും അറിയണില്ല കാറ്റുകൊണ്ട്. അവിടെ ഒരു പാറേൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ട് ഹനുമാൻ പാദം എന്ന്, ഒരു ആരോ മാർക്ക്. വാമല ശ്രീ മുരുകൻ ക്ഷേത്രം. ക്ഷേത്രത്തിനകത്ത് കയറി വഴിപാടുകൾ കഴിച്ചു. പ്രസാദമായിട്ട് പായസവും കിട്ടി. പിന്നെ പുറത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. സൂര്യൻ അസ്തമിക്കാനുള്ള ആ ഒരു ഒരുക്കം എന്താ രസം. ഒരു പക്ഷെ ഞങ്ങൾ അസ്തമയം കാണുന്നുണ്ടാവില്ല. സൂര്യൻ മേഘത്തിനുള്ളിൽ പോകുമായിരിക്കും. വെളിച്ചം ഇതാ മങ്ങി തുടങ്ങി. മുന്നിൽ വയലും അതിനുമപ്പുറം മലകളും. അടിപൊളി സീനറി. അതൊരു വാട്ടർ ടാങ്കാണ്. ഇനി ഈ സൈഡിലേക്ക് നോക്കിയാലോ. സൂര്യൻ അതാ അസ്തമിക്കാൻ തുടങ്ങുന്നു. ആ സ്കൈ എന്ത് രസാ കാണാൻ. എന്താ ഫ്രെയിം. ഈ ക്ഷേത്രത്തിന് 150 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. കരുവോട്ട് വാമല എന്നാണ് ഈ മലയ്ക്ക് പേര്. ഹനുമാന്റെ പാദം പതിഞ്ഞതാണെന്ന് വിശ്വസിക്കുന്ന ഒരു കുഴി മുന്നിലുള്ള പാറയിലുണ്ട്. അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഹനുമാൻ പാദം. ഇനി അതൊന്ന് കാണാം. ഇതാണ് ഹനുമാൻ പാദം. ഇതല്ല കേട്ടോ, താഴോട്ട് ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്. ഇറങ്ങണം. ഞങ്ങൾ വന്ന വഴി അതാ. കാർ ആ മരത്തിൻ്റെ ചോട്ടിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു കുഴി. ഈ കുഴി ഉണ്ടായത് ഹനുമാന്റെ പാദം പതിഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. ഹാവൂ, താഴേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറണം. കഷ്ടപ്പെട്ട് കയറി. വെള്ളമുണ്ട് കേട്ടോ കുഴിയിൽ, പുല്ലും കാണുന്നുണ്ട്. ഗ്രാമങ്ങൾ തേടിയുള്ള ഇന്നത്തെ ഈ ഒരു യാത്ര ഞങ്ങൾക്ക് 2 പേർക്കും നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. മീന അത് തന്നെ പറയുമായിരുന്നു. നിങ്ങളും ഒരു 1 ഡേ ട്രിപ്പ് ഇങ്ങോട്ടിട്ടോളൂ. പ്രകൃതി ഭംഗിയിൽ അലിഞ്ഞു ചേരാം. ഇനി ഇവിടുന്ന് ഞങ്ങൾ പോവുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. 1 മണിക്കൂർ യാത്രയുണ്ട്. ചുറ്റി വളഞ്ഞ് യാത്ര ചെയ്ത് ഞങ്ങൾ രാമശ്ശേരി ഇഡലി തേടി വന്നതാട്ടോ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇഡലി ഉണ്ടാക്കുന്നില്ല. എങ്കിലും ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പാത്രം അല്ലേ, ഇതിൻ്റെ 2 ഒന്നിച്ച് 3 ഒരേ സമയത്ത് 3 ഉണ്ടാക്കും അല്ലേ. ശരി. തുണി ഇത് ഈ താഴെ ഉള്ളതിൽ പിന്നെ തുണി വെച്ചിട്ട് ഒഴിക്കും, പിന്നെ മുകളിലും അങ്ങനെ.
മാവിനാണ് നമുക്ക് പ്രത്യേകത. മാവിനാണ് പ്രത്യേകത. 3 തരം അരിയും ഉഴുന്നും കുതിർത്ത് അരച്ച് എടുക്കുകയാണ്. തരിയില്ലാതെ അരയ്ക്കണം. ഇവർ പല സ്ഥലത്തും പോയിട്ട് ലൈവായിട്ട് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓർഡറുകളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതവർ സ്വീകരിക്കുന്നുണ്ട്. ഇഡ്ഡലി ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ നാളെ ഉച്ചയ്ക്ക് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അതെ, സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കി നൂലൊക്കെ പൊട്ടില്ലേ? ഇല്ല, ഒരു ദിവസം ഇരിക്കുന്നു അല്ലേ. ഞാൻ ഈ ഇഡ്ഡലി കഴിച്ചു നോക്കട്ടെ. ചട്നി, സാമ്പാർ, ഉള്ളിച്ചമ്മന്തി, ചട്നിപ്പൊടി ചാലിക്കാനുള്ള വെളിച്ചെണ്ണ എല്ലാം മേശയിൽ എത്തിയിട്ടുണ്ട്. ഇഡ്ഡലിയും വന്നു. എല്ലാം തണുത്തതാണ് കേട്ടോ. ഒരു സ്വാദും ഉണ്ടായിരുന്നില്ല. ചട്നി സാമ്പാറെങ്കിലും ഒന്ന് ചൂടുള്ളതായിരുന്നെങ്കിൽ നന്നായിരുന്നു. രാത്രിയിൽ ഇവിടെ കഴിക്കാൻ വരാതിരിക്കുന്നതാണ് നല്ലത്. കിച്ചണിൽ ഒരു പൂച്ചയെ കണ്ടതും ഇഷ്ടപ്പെട്ടില്ല. വില കുറവായിരുന്നു കേട്ടോ. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഇതോടുകൂടി തീരുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.